നമ്മളോടൊപ്പം പുത്തൻ പുലരിയിൽ നമ്മുടെ കുഞ്ഞ് ശംഖു ചേരുന്നുണ്ട്. എന്തായാലും ശംഖുവിൻ്റെ സ്വപ്നമൊക്കെ പൂവണിഞ്ഞിരിക്കുകയാണ്. ഇന്നു മുതൽ അങ്കണവാടിയിൽ ബിർനാണി ഉണ്ടാകും. കുറച്ച് നാളുകൾക്ക് മുൻപ് കുഞ്ഞ് ശംഖുവിൻ്റെ സങ്കടം നമ്മളെല്ലാവരും കേട്ടതാണ്. ഉപ്പുമാവിന് പകരം ബിർനാണിയും പൊരിച്ച കോഴിയും വേണമെന്നായിരുന്നു ശംഖുവിൻ്റെ ആവശ്യം. ചിക്കൻ കിട്ടിയില്ലെങ്കിലും ഇനി മുതൽ അങ്കണവാടികളിൽ മുട്ട ബിരിയാണി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അങ്കണവാടിയിലെ പരിഷ്കരിച്ച മെനു പുറത്തുവിട്ടത്. എന്തായാലും ബിരിയാണി വിപ്ലവം സൃഷ്ടിച്ച ശംഖു നമ്മളോടൊപ്പം പുത്തൻ പുലരിയിൽ അതിഥിയായി ചേരുകയാണ്. ശംഖു, ഗുഡ് മോർണിംഗ്. ബിരിയാണി എന്നൊന്ന് പറഞ്ഞേ. ആ, ബിർനാണിയും പൊരിച്ച കോഴിയും അല്ലേ? എന്തായാലും ശംഖുവിന്റെ ആവശ്യം നമ്മുടെ മന്ത്രി ആന്റി കേട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശംഖു അറിഞ്ഞായിരുന്നോ കാര്യങ്ങളൊക്കെ? എന്താ അറിഞ്ഞേ ശംഖു? എന്താ അറിഞ്ഞേ? എന്ത് ബിരിയാണി എന്ന് അറിഞ്ഞോ അങ്കണവാടിയിൽ നീ തരുന്നത്? മുട്ട ബിരിയാണി വേണ്ടേ? അപ്പോ ചിക്കൻ ബിരിയാണി മതിയോ? അത് തന്നെയാണ് ഇഷ്ടം ശംഖുവിന്. അപ്പോ മുട്ട ബിരിയാണിയാണ് ഇപ്പൊ നിലവിൽ തരാന്ന് പറഞ്ഞിട്ടുള്ളത്. ശംഖുവിന് ചിക്കൻ ബിരിയാണി തന്നെ വേണം എന്ന് മന്ത്രി ആന്റിയോട് നമുക്ക് പറയാം കേട്ടോ. ചിക്കൻ അത് ശംഖു എന്താന്നറിയൂ, കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങളെല്ലാവരും കഴിച്ച് നല്ല ശക്തി വരണ്ടേ, അതുകൊണ്ടായിരിക്കും മുട്ട ബിരിയാണി പറഞ്ഞിരിക്കുന്നത് അല്ലേ? വേറെ എന്തൊക്കെ വേണം ശംഖുവിന്? എനിക്ക് ഞങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിക്കോന്ന് പറയും. ആരുണ്ടാക്കി തരും? അച്ഛൻ ഉണ്ടാക്കി തരും. അപ്പൊ ഒരു കരിയുമില്ല. അച്ചു ആണോ ഉണ്ടാക്കി തരുന്നത്? എന്നാലും ശംഖുവിന് ഇപ്പൊ എന്തൊക്കെ വേണോന്ന് ആഗ്രഹം അങ്കണവാടിയിൽ? വേറെ ഒന്നും വേണ്ട. അപ്പൊ ശംഖു ഉറച്ച നിലപാടിൽ തന്നെയാണ്, ചിക്കൻ ബിരിയാണി തന്നെ വേണം എന്നുള്ളത്. ശംഖു പുതിയ മെനു ഒക്കെ കണ്ടായിരുന്നോ? അങ്കണവാടിയിൽ എന്തൊക്കെയാണ് തരുന്നത് എന്ന് കണ്ടായിരുന്നോ ശംഖു? ശംഖു ഇപ്പൊ എവിടെയാ? ഖത്തറിലാണല്ലേ? എന്നാ ഇനിയിപ്പോ തിരിച്ച് അങ്കണവാടിയിലോട്ട് വരുന്നത്? 2 days കഴിയുമ്പോ എത്തും. ജൂലൈയിൽ എത്തും. ആഹാ. അപ്പൊ എന്തായാലും ശംഖുവിന്റെ ഇഷ്ടത്തിന് തന്നെ കഴിക്കാം കേട്ടോ. പിന്നെ അമ്മ വീട്ടിലെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നോ ശംഖു പറഞ്ഞതിന് ശേഷം? ഇടയ്ക്ക് ഒരു തവണ ഉണ്ടാക്കി തന്നുള്ളൂ അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്നും മുട്ട ബിരിയാണി കഴിക്കാമല്ലോ. അമ്മാമ്മ പറഞ്ഞപ്പോ ഉണ്ടാക്കി കൊടുത്തു. അത് ശരി. ശംഖുവിന് അറിയോ വേറെ എന്തൊക്കെയാണ് നമ്മുടെ ഈ മെനുവിലുള്ളത്, അങ്കണവാടി മെനുവിലുള്ളതെന്ന് അറിഞ്ഞിരുന്നോ ശംഖു? ശംഖു എന്തായാലും എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നോ ശംഖു? രാവിലെ എന്തൊക്കെയാണെന്നുള്ളത് ശംഖു കേട്ടിരുന്നോ? പാലും കൊഴുക്കട്ടയും ഒക്കെ ഉണ്ട്. കൊഴുക്കട്ടയൊക്കെ ഇഷ്ടം? ഞാൻ ഫുഡ് കൊണ്ടുപോകും. ഫുഡെല്ലാം ബാക്കി കുട്ടി ചേച്ചി കൊണ്ടുപോകും. ബാഗെല്ലാം കുട്ടി ചേച്ചി, ബുക്കെല്ലാം കുട്ടി ചേച്ചി പോവും. അത് ശരി. അപ്പൊ ശംഖുവിന് രാവിലത്തെ പാലും കൊഴുക്കട്ടയൊന്നും അത്ര ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. അത് പോട്ടെ, ശംഖുവിന് ഏറ്റവും ഇഷ്ടം നമ്മുടെ ചിക്കൻ ബിരിയാണി തന്നെയാണോ? എന്താ? കഞ്ഞിയും ഇഷ്ടമാണ്. കഞ്ഞിയും പയറും. ആഹാ. ചിക്കൻ ബിരിയാണി. പിന്നെ ചിക്കൻ ബിരിയാണി ഇത്ര ഇഷ്ടമാവാൻ കാര്യം എന്താ ശംഖു? ചിക്കൻ ബിരിയാണിക്കാട്ടി കറിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇഷ്ടം അല്ലേ? അത് പോട്ടെ, നമുക്ക് ചിക്കൻ ബിരിയാണിയിലോട്ടൊക്കെ എത്താം. ശംഖു ഒരു പാട്ട് പാടുവോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്?
രാമൻ പാടി രാണി പക്കം കേടി പൊപ്പം മമ്മി പൊപ്പം. ഓക്കെ ജൂലൈയില് അങ്കണവാടിയിൽ വരുമ്പോ എന്ത് പാട്ടൊക്കെയാ പാടാനായിട്ട് തയ്യാറെടുത്ത് വെച്ചേക്കുന്നേ? കൂട്ടുകാരെയൊക്കെ കാണണ്ടേ നമുക്ക്? എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാല കളിയാടാൻ നീ. ആഹാ, ഇത്രേ ഉള്ളൂ. നല്ല പാട്ടാന്നല്ലോ പാടിയത്. ശംഖു ഒന്നന്തരം പാട്ടാ കേട്ടോ പാടിയിരിക്കുന്നേ. അതുപോട്ടെ എന്തൊക്കെയാണ് ശംഖുവിന്റെ വിശേഷങ്ങൾ? അവിടുത്തെ ഖത്തറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എവിടെല്ലാം കാണാൻ പോയി, എന്തെല്ലാം കണ്ടു, എന്തൊക്കെ കഴിച്ചു? ശംഖുവിന്റെ ചിക്കൻ ബിരിയാണി ഒക്കെ ഖത്തറിൽ നിന്ന് കിട്ടിയോ? ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ബിരിയാണി എന്ത് ചെയ്തു? ഒളിപ്പിച്ചു. ആഹാ, ശംഖു മോനെ, അവിടെ അവിടെ എന്തൊക്കെയാ വിശേഷങ്ങള് ഖത്തറില്? ചൂടാണ് അല്ലേ? ആഹാ, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കറങ്ങാനൊക്കെ പോയില്ലേ പുറത്ത്? ചൂട് അത് പോട്ടെ, ശംഖു നാട്ടിലേക്ക് വരാൻ ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് കേട്ടോ. ശംഖു നാട്ടിലേക്ക് വന്നിട്ട് വേണം ശംഖുവിൻ്റെ അടുത്തുനിന്ന് ഇനിയും വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ. അറിയോ അതൊക്കെ? ശംഖുമോനെ, അടുത്ത മാസം കൂടെ ഉള്ളൂ. ഒറ്റ മാസം കൂടിയേ ഉള്ളൂ. അപ്പോഴേക്കും ശംഖു ഇങ്ങനെ തിരിച്ച് നമ്മുടെ അങ്കണവാടിയിൽ എത്തും അല്ലേ? ശംഖു വരുമ്പോഴേക്കും ഞങ്ങളൊക്കെ എത്തും കേട്ടോ ശംഖുവിൻ്റെ അടുത്ത്. ശംഖു കഴിച്ചിട്ട് ഇപ്പോഴത്തെ മെനു ഒക്കെ ശംഖു ഇതൊക്കെ കഴിച്ചിട്ട് അഭിപ്രായമൊക്കെ പറയണം. ശംഖു, നമുക്കേ അച്ഛനെയും അമ്മേനെയും കൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടല്ലോ. ഒന്ന് ശംഖു ഒന്ന് കാണിച്ചേ അവരെ കൂടി, അവരോടുകൂടി വിശേഷമൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ഗുഡ് മോർണിംഗ്. ശംഖുമോൻ അങ്ങനെ വൈറലായിരിക്കുകയാണ്. എന്തായാലും ശംഖുവിൻ്റെ ആവശ്യങ്ങളൊക്കെ മന്ത്രി ആൻറ്റി പരിഗണിച്ചിട്ടുണ്ട്. ശംഖുവിന് അതിലൊരു സന്തോഷമുണ്ടോ? ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. പക്ഷെ ഇവിടെ രാവിലെ ആയി. അവിടെ രാവിലെ ആവുന്നേ ഉള്ളൂ അല്ലേ? അവിടെ അതിരാവിലെയാണ്. രാവിലെ ആയി. ശംഖുവിൻ്റെ അച്ഛനെയും അമ്മയും ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെ. എല്ലാവരും ഒന്ന് കാണട്ടെ. ശംഖുവിൻ്റെ അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്. ശംഖു, രണ്ടുപേരുടെയും പേരൊക്കെ ഒന്ന് പറഞ്ഞേ. ശംഖു, അച്ഛൻ്റെ പേരെന്താ? കേൾക്കും. അച്ഛൻ്റെ പേര് സോമസുന്ദർ. അമ്മയുടെ പേരോ? കേൾക്കണില്ല, ഉറച്ചു പറഞ്ഞേ, എല്ലാരും കേക്കട്ടെ. അമ്മയുടെ പേരെന്തുവാ? അച്ചു ചേച്ചി. ഓ, അത് ശരി. അപ്പൊ ഈ അച്ചു ആണ് ചിക്കൻ ബിരിയാണി ഇങ്ങനെ വെച്ച് തരുന്നത് അല്ലേ? വെച്ച് തന്ന് ഒളിപ്പിക്കുന്നേ. അയാള് ചിക്കൻ ഒന്നും അങ്ങനെ കഴിക്കത്തില്ല. ആകെ കഞ്ഞിയാണ് ഏറ്റവും ഇഷ്ടം. എപ്പോഴും കഞ്ഞി മാത്രമേ കഴിക്കത്തുള്ളൂ. അത് ശരി. അപ്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടിട്ട് മറ്റേ ചിക്കൻ വേവിച്ച വെള്ളത്തിലൊക്കെ നമ്മള് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കും. അത് എരിയൊന്നും ഇല്ലാതെ. അത് ഇയാള് കറിയില്ലെന്ന് പറയുന്നത്. എല്ലില്ലാതെ കറിയില്ലാതെ, അതൊക്കെയാണ് ഇഷ്ടം. എന്തായാലും പുതിയ അങ്കണവാടിയിലേക്ക് എത്തുമ്പോൾ നല്ല വിഭവസമൃദ്ധമായിട്ട് തന്നെയാണ് ഇനി നമ്മുടെ ആഹാര രീതിയൊക്കെ. ഈ ശംഖു നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടിയാണോ ഇത്ര അതിരാവിലെ തന്നെ എഴുന്നേറ്റിരുന്നത്? രണ്ടുപേരും പറഞ്ഞിരുന്നു ശംഖുവിനോട്? എന്തോ മോനെ പറഞ്ഞേ? എപ്പോഴേ എണീറ്റുള്ളൂ. സോമന ഞങ്ങളുടെ കൂടെ സോമന ഇനി ജോലിക്ക് പോയിട്ടില്ല ഇപ്പൊ. ഓ, അത് ശരി.
അച്ഛൻ ഇനി ഞാൻ ജോലിക്ക് പോകാണ്ടിരിക്കും. ജോലി പോണ്ട, ഗവൺമെന്റ് ജോലിക്ക് പോണ്ട, ഫോണിലാക്കണ്ട. അവിടെ തന്നെ നിന്നാ മതി അല്ലേ? തിരിച്ചു വന്ന് അങ്കണവാടിയിലോട്ടൊന്നും പോകണ്ട, അച്ഛൻ ജോലിക്ക് പോട്ടെ അല്ലേ? അച്ഛൻ ജോലിക്ക് പോട്ടെ. അല്ല, അച്ഛൻ ഇന്ന് ലീവ് എടുക്കാനെന്ന ആള് പറയുന്നേ. പക്ഷെ ആളിനങ്ങ് നാട്ടിൽ വന്നാൽ മതി. മഴയത്തിറങ്ങണം, കൂട്ടുകാരെ കാണണം. അത് ശരി, അച്ഛൻ ഇന്ന് എങ്ങും പോകണ്ട. ജോലി പോയി എന്റെ കൂടെ പോകണം. അമ്മ എന്റെ കൂടെ അത് പോട്ടെ. ഏതായാലും ശംഖുവിന്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായോ ഈ ഒരു നമ്മുടെ അങ്കണവാടിയിലെ ഈ വിഭവങ്ങളൊക്കെ തന്നെ അങ്ങ് മാറ്റിയതിൽ? എന്തായാലും കണ്ടിരുന്നോ പുതിയ മെനു എങ്ങനെയാണെന്നൊക്കെ കണ്ടിരുന്നോ നിങ്ങൾ രണ്ടുപേരും? കണ്ടിരുന്നു. അത് സന്തോഷമുണ്ട് അതില്. വളരെയധികം സന്തോഷമുണ്ട്. ശംഖുവാണ് അത്തരം ഒരു ആവശ്യത്തിലേക്ക് ഒരു പക്ഷേ നമ്മുടെ കേരളത്തെ നയിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? ആ ഒരു വീഡിയോ വൈറൽ ആയിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മാറി ചിന്ത ഒരു പക്ഷേ വരിക പോലുമില്ലായിരുന്നു. ശംഖു എന്തായാലും അത് കുറിക്കു കൊള്ളുന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ശംഖുവിന്റെ ആ ബിർനാണിയും പൊരിച്ച കോഴിയും അതൊരു വലിയ വിപ്ലവം തന്നെയായിരുന്നു അല്ലേ? എന്തായാലും ധാരാളം പേർ ഇങ്ങനെ ശംഖുവിനെ ഓർക്കുന്നുണ്ട് ഈ അവസരത്തിൽ. നിങ്ങൾക്കും അതുകൊണ്ട് വലിയ സന്തോഷം തന്നെയല്ലേ? വലിയ സന്തോഷമുണ്ട്. ഡെയിലി ഇപ്പൊ നമ്മൾ ഈ ഉപ്മാവ് തന്നെ കൊടുക്കുമ്പോ പിള്ളേർക്ക് അതൊരു എന്നും നമുക്ക് തന്നെ ഒരു ഫുഡ് തന്നാൽ നമുക്കത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അതെ അതെ, എപ്പോഴും വ്യത്യസ്തമായ കൊടുക്കുന്ന ഉപ്പുമാവ് കൊള്ളത്തില്ലെന്നല്ല, എന്നും വ്യത്യസ്തമായ ഫുഡ് കൊടുക്കുമ്പോ അവർക്ക് അതൊരു മടുപ്പില്ലാതെ അവർ പിള്ളേർ കഴിച്ചോളും. തീർച്ചയായും അത് തന്നെയാണ്. നമ്മൾ ഓരോ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓരോ വെറൈറ്റി ഫുഡ് കൊടുക്കാനാണല്ലോ നോക്കുന്നത്. അങ്കണവാടിയിൽ അതുകൂടി ഒന്ന് പ്രാവർത്തികമാക്കിയാൽ ഏറ്റവും നന്നായിരുന്നു എന്ന് തന്നെയാണ്. ശംഖു പോവല്ലേ? ശംഖു ഞങ്ങളോട് ഒരു പാട്ട് കൂടി, ശംഖുവിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി. നല്ല പോലെ ഉച്ചയ്ക്ക് വളോടി പന്തോടി എനിക്കോടി നന്നോടി ആഹാ, നല്ല നല്ല പാട്ടാണല്ലോ. ഇനി ഒരു പാട്ട് കൂടി, അടുത്ത പാട്ട്. ഏത് പാട്ട് പാടും? നാടി ഒന്ന് പാടുവോ? പാട് പാട്, അടിക്കോ? കഥപുസ്തകം വാങ്ങിച്ചു പാട്. ഇങ്ങോട്ട് കൊള്ളാട്ടോ ശംഖു. ശംഖു ഇനി അങ്കണവാടിയിൽ വരുമ്പോഴേ ശംഖുവിന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടേ, കൂട്ടുകാരുടെയൊക്കെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ ശംഖു. ശംഖു കാണാൻ കാത്തിരിക്കുന്ന കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ. കേൾക്കണില്ല, ഉറച്ച് ഉറച്ചു പറഞ്ഞു. ആഹാ, ഇവരൊക്കെയാണ്. ശംഖു ഇപ്പൊ ഹീറോയാണ്, അതറിയോ? ശംഖു നാട്ടിൽ വന്നാടേ. ആ ശംഖു ഇപ്പൊ ഹീറോയാ, അറിയുന്നുണ്ടോ അത്? സ്പൈഡർമാന്റെ ഹീറോ ആണ്. ആണ് ശംഖു. ശംഖു കാരണം അംഗൻവാടിയില് ഇത്രയും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ളതൊക്കെ കിട്ടിയത് കേട്ടോ. അപ്പൊ ശംഖു ഓടി നാട്ടിലേക്ക് പോരെ. ഞങ്ങളെല്ലാരും ശംഖുവിനെ കാണാൻ ഒന്നുകൂടി വരുന്നുണ്ട്. ഇങ്ങനെ സൂമിലൊന്നുമല്ല, ശംഖുവിനെ നേരിട്ട് തന്നെ ഒന്ന് കാണണം കേട്ടോ. ശരി, അപ്പൊ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് കൂട്ട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. എന്തായാലും തിരികെ ശംഖു നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു വലിയ സ്വീകരണം തന്നെ ആയിരിക്കും അങ്കണവാടിയിൽ നിന്ന് കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂട്ടുകാരൊക്കെ എന്തായാലും ശംഖുവിനോട് വലിയൊരു നന്ദി പ്രകടനം തന്നെ നടത്തും. ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം കുഞ്ഞ് ശംഖുവിൻ്റെ ഒരു ആവശ്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമുണ്ട് എന്നുള്ളതറിയാം. അതോടൊപ്പം മറ്റ് കുട്ടികൾക്കുമെല്ലാം, കുഞ്ഞു കുട്ടികൾക്കുമെല്ലാം അവരിഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ആഹാരക്രമം അങ്കണവാടികളിൽ നൽകാൻ പ്രേരിപ്പിച്ചത് ശംഖുവിനെ കൊണ്ട്
ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തി അതൊരു സോഷ്യൽ മീഡിയയിലൂടെ വൈറലാക്കിയതിൽ നിങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അതുകൊണ്ട് അച്ഛൻ ശംഖുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ആശംസകൾ നേരുകയാണ് ഈ അവസരത്തിൽ. താങ്ക് യു. ശരി ശരി ശംഖു, ടാറ്റ പറ. ശംഖു അപ്പം ടാറ്റ ടാറ്റ പൊക്കോട്ടെ. ശരി ശരി, താങ്ക് യു. ശരി ശംഖു. ഓ, ഫ്ലൈയിങ് കിസ് തന്നു കഴിഞ്ഞു. ശരി ശംഖു, ഓക്കെ, താങ്ക് യു. എന്തായാലും പുത്തൻ പുലരിയിൽ അങ്ങനെ നമ്മളോടൊപ്പം കുഞ്ഞ് ശംഖുവാണ് ഖത്തറിൽ നിന്നും വിശേഷങ്ങൾ പങ്കുവച്ചത്. ശംഖു ഉടൻ തന്നെ ജൂലൈയിൽ എത്തിച്ചേരും. തിരികെ അങ്കണവാടിയിലെത്തുമ്പോൾ ശംഖുവിനെ കാത്തിരിക്കുന്നത് ഒരു ഗംഭീര മെനു തന്നെയാണ്. എന്തായാലും നമുക്കറിയാം ശംഖു ആവശ്യപ്പെട്ടത് ചിക്കൻ ബിരിയാണിയും പൊരിച്ച കോഴിയും ഒക്കെ ആയിരുന്നു. എന്തായാലും നിലവിൽ ആ 2 സംവിധാനങ്ങളുമില്ല. മുട്ട ബിരിയാണിയുണ്ട്, മറ്റ് ധാരാളം വിഭവങ്ങളുമുണ്ട്. ശംഖു എന്തായാലും സൃഷ്ടിച്ച ഒരു വിപ്ലവത്തിൻ്റെ പുറകെ അങ്കണവാടി ഇങ്ങനെ ചലിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.